NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കി കോൺഗ്രസ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ നിലപാടും ചർച്ചയായി എന്നാണ് സൂചന. റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷുമൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ച എന്നൊക്കെ വിശദീകരണം വരാൻ സാധ്യതയുണ്ട് ഇതിനും. പക്ഷേ അത് അങ്ങനെയാണ് എന്ന് നമ്മൾ കരുതണമോ? അനുജ, തീർച്ചയായും അസാധാരണമായ ഒരു കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെ പറയേണ്ടത്. കാരണം തുടർച്ചയായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ NSS ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായരെ കാണുന്നത് അന്നയത്തിന്റെ നീക്കങ്ങളുടെ തന്നെ ഭാഗമാണ്. ഈ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയവും ചർച്ചയായി എന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഉറപ്പാണ് NSSന്റെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നിലവിൽ CPM അനുകൂല നിലപാടെടുക്കുന്നതും ഒപ്പം കോൺഗ്രസുമായുള്ള അകൽച്ചയും ഇത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചകളുടെ എല്ലാം ലക്ഷ്യമെന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് നിലവിലുള്ളത്. ഇന്നലെ PJ കുര്യനും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇന്നലെ NSS ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായരെ കണ്ടതിന് ശേഷം സംസാരിച്ചത് പൂർണ്ണമായും NSSന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചായിരുന്നു. സമദൂര നിലപാടാണ് NSSൽ നിന്ന് ഇന്നലെ PJ കുര്യനും വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി NSS ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായരെ കണ്ടതിൽ നിന്ന് വ്യക്തമാണ് ഈ ചർച്ചകൾ അത് വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ തന്നെ തിരുവഞ്ചൂർ വ്യക്തമാക്കിയിരുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ ഒരു മധ്യസ്ഥ റോൾ വഹിക്കുന്നതിന് താൻ തയ്യാറാണ് എന്നുള്ളത്. ആ മധ്യസ്ഥ റോൾ വഹിച്ചുകൊണ്ടാണോ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയതെന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നുള്ള കാര്യം തിരുവഞ്ചൂരിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. ശരി, ഇന്നലെ വൈകിട്ടാണ് G. സുകുമാരൻ നായരുമായി NSS ആസ്ഥാനത്തെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.